എൻ്റെ അമ്മയും ഞാനും കൂടെ നിൽക്കുന്ന ചിത്രത്തിൽ, ഒരു വിഷുവിന് ഞാനും എൻ്റെ അമ്മയും നിൽക്കുന്ന ചിത്രം ഞാൻ മുഖപുസ്തകത്തിൽ പങ്കുവച്ചപ്പോൾ അതിൽ അശ്ലീല ചുവയോടുകൂടി കമന്റ് ചെയ്ത 3 CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർക്കെതിരായിട്ട് ഞാൻ SP-ക്ക് പരാതി കൊടുത്തു, DGP-ക്ക് പരാതി കൊടുത്തു. അത് കഴിഞ്ഞ് വിഷു ഒന്നായി, കൊല്ലം ഒന്നായി. ഇതുവരെ എന്നോട് ഒരാൾ ഫോൺ കോളിൽ കൂടെ പോലും അന്വേഷിച്ചിട്ടില്ല. ഈ കമന്റുകളൊന്ന് വായിക്കാൻ ധൈര്യമുണ്ട്? പരസ്യമായി ധൈര്യമുണ്ടോ? ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. ഈ കമന്റുകൾ കഴിഞ്ഞ ദിവസം ശ്രീമതി രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ആലത്തൂരെ പാർലമെന്റ് മെമ്പർ കൂടിയും നിലവിലെ സ്ഥാനാർത്ഥിയുമായ രമ്യ ഹരിദാസിന്റെ ഫേസ്ബുക്ക് പേജിൽ CPM നേതാക്കന്മാരുടെ പ്രൊഫൈൽ പിക്ചറോട് കൂടിയ ഒറിജിനൽ അക്കൗണ്ടുകളിലൂടെ കൊടുത്തിരിക്കുന്ന കമന്റുകളാണ്. രമ്യ ഹരിദാസിനെതിരായിട്ട്. രമ്യ ഹരിദാസ് സ്ത്രീയല്ലേ, ഒരു ചെറുപ്പക്കാരിയല്ലേ? അവർക്കെതിരായിട്ട് കൊടുത്തിരിക്കുന്ന ഈ കമന്റുകൾ വായിക്കാൻ ധൈര്യമുള്ള ദേശാഭിമാനിയുടെയോ കൈരളിയുടെയോ റിപ്പോർട്ടറെ, ബാക്കി ഒരു മാധ്യമത്തെ ഞാൻ പറയുന്നില്ല, ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് വായിക്കണം. ധൈര്യമുണ്ടോ? ഈ കമന്റുകളുടെ ഉത്തരവാദിത്തം രമ്യ ഹരിദാസിനെതിരായിട്ട് മത്സരിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും ബഹുമാനമുള്ള കേരളത്തിന്റെ മന്ത്രി കൂടിയായ ശ്രീ രാധാകൃഷ്ണനാണോ ഈ കമന്റുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്? നിങ്ങൾ പറ. ഈ കമന്റുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് അവിടെ തെരഞ്ഞെടുപ്പ് ചുമതല CPM ഒഫീഷ്യലായി ഏൽപ്പിച്ചിരിക്കുന്ന ആളാണോ ഈ കമന്റുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്? നിങ്ങൾ പറ. ഈ ചിത്രം വടകരക്കാർ മറന്നിട്ടില്ലല്ലോ. കേരളീയ പൊതുസമൂഹത്തിന് മറക്കാൻ കഴിയുമോ? ആരുടെ മുഖംമൂടി? KK രമയുടേതല്ലേ? മൊലക്കച്ചയും കെട്ടി KK രമയുടെ മുഖംമൂടിയും വെച്ച് അശ്ലീലമായ പ്രകടനം നടത്തിയ CPM-ന്റെ ചെയ്തിയെ നമ്മൾ മറന്നുപോയിട്ടുണ്ടോ? അതിന്റെ ഉത്തരവാദിത്വം CPM-ന്റെ അക്കാലഘട്ടത്തിലെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനാണോ ഏറ്റെടുക്കേണ്ടത്? അതോ അക്കാലഘട്ടത്തിലെ അവിടുത്തെ മത്സരിച്ച CPM-ന്റെ സ്ഥാനാർത്ഥി, പാർലമെന്റിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥിയാണോ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്? എനിക്കതിന്റെ യുക്തി മനസ്സിലാകുന്നില്ല. ഞാൻ ചോദിച്ചല്ലോ, ഇതേ തെരഞ്ഞെടുപ്പ് ഇതേ ദിവസം, പക്ഷെ രമ്യ ഹരിദാസ് കൊടുത്ത പരാതിന്മേൽ കേസ് ഉണ്ടാകില്ല. ഞങ്ങളുടെയൊക്കെ അനുഭവമുണ്ട്. എനിക്കെതിരായിട്ട് നടത്തിയ എത്രയോ വ്യാജ പ്രചരണങ്ങൾ, അതിന്റെ ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് തരാം. ഞാൻ കൊടുത്തിട്ടുള്ള 5ഓളം പരാതികളുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ആർക്കെങ്കിലും വേണ്ടി കേരള പോലീസ് കേസെടുക്കുന്നതിനകത്ത് അതിനെ അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ.